ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൂളപ്പൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കപ്പ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കപ്പയാണ് കേട്ടോ. പിന്നീട് ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള നല്ല ഷാർപ്പ് എഡ്ജുള്ള ഈ ഒരു സംഭവം വേണം കേട്ടോ, അത് മസ്റ്റാണ്. അതിനുശേഷം ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് മേലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ഇത്തിരി അപകടം പിടിച്ച പണിയാണ്. ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഒട്ടിപ്പിടിക്കാതെ നല്ല പെട്ടെന്ന് സംഭവം റെഡിയാവും. പക്ഷേ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഓരോ ഭാഗം ഇങ്ങനെ വേറിട്ടിട്ട് കൊടുക്കണം, അല്ലാഞ്ഞാൽ ഒക്കെ പൊടിഞ്ഞു പോകും. എണ്ണയിലേക്ക് ഇട്ട് നമ്മളിങ്ങനെ ഇളക്കി എടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പെറുക്കി ഇടേണ്ടി വരും. അപ്പോൾ ആദ്യം കാണിച്ച മെത്തേഡാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ്. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് സുഖം, നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ പെറുക്കിയെടുത്ത് ഇടുക. ഇത്തിരി ടഫാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഒരുപാട് ബ്രൗൺ നിറം ആവുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് ഇതെടുക്കാം, വെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഇടഞ്ഞു കൊടുക്കില്ലേ, അരിപ്പ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ അപ്പോൾ ആ ഫ്രൈ ചെയ്തിരിക്കുന്ന പുളപൊരിയിലേക്ക് വീണോളും. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ മുളക് പൊടിയും ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു മുളക് പൊടിയുടെ ഉപ്പിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും. അത് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയ വിഭവമായിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവരും സേഫായിട്ടിരിക്കാം.